ഹായ് ഹലോ നമസ്കാരം. ദിസ് ഈസ് മീ അർച്ചന, ദ നഴ്സ് വ്ളോഗർ ഫ്രം ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ ടെറിട്ടറി ആയിട്ടുള്ള ക്യാൻബറയിൽ ഇന്ന് മൾട്ടി കൾച്ചറൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അത് കാണാൻ പോകാനായിട്ട് റെഡിയായി നിൽക്കുവാണ് ഞാൻ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഞാൻ ഒരിത്തിരി സമയമെടുത്ത് റെഡിയായ എൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. മഴയും കാര്യങ്ങളും ഒന്നുമില്ല. നല്ല ക്ലൈമറ്റാണ്. ചൂടും തണുപ്പും അങ്ങനെ ഒന്നും എക്സ്ട്രീം അല്ല. നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടുള്ള നല്ലൊരു ദിവസമാണിത്. സേതു ഞാനും കൂടെ ആട്ടോ ക്യാൻബറയിലേക്ക് പോയത്. ചേട്ടായും കുഞ്ഞിനെ ഇച്ചിരി നേരത്തെ തന്നെ പോയായിരുന്നു. വണ്ടി ഒരുപാട് ദൂരെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി ഏറെ നടക്കാനുണ്ടായിരുന്നു. കാരണം പാർക്കിങ് വളരെ പാടാ, നല്ല തിരക്കുള്ള സമയമാണ്. അങ്ങനെ നടന്ന വഴിയാണ് ഞാൻ ഈ 4 മണി പൂവ് കണ്ടത് കേട്ടോ. നൊസ്റ്റാൾജിയ. പല നാഷണാലിറ്റീസ് താമസിക്കുന്ന ഓസ്ട്രേലിയയിലെ മൾട്ടി കൾച്ചറൽ ഡേ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വ്യത്യസ്തമായിട്ടുള്ള പരിപാടി തന്നെ ആയിരിക്കും അല്ലേ. ക്യാൻബറ അയ്യപ്പ സമാജം ഓർഗനൈസ് ചെയ്ത കേരള കഫേ ആയിരുന്നു ഞങ്ങളുടെ സ്റ്റോള്. നല്ല സൗത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി. അപ്പോൾ വോളണ്ടിയേഴ്സ് എല്ലാം നല്ല ആക്റ്റീവായിട്ട് തന്നെ അന്നേ ദിവസം നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ ചിക്കൻ 65 ആണ് കേട്ടോ ഇങ്ങനെ തിളച്ച് കോരിക്കൊണ്ടിരിക്കുന്നത്. നല്ല കിടിലം മലയാളം പാട്ടൊക്കെ വെച്ചപ്പോഴേക്കും ഞങ്ങളാകെ ഉഷാറായി. അതുപോലെ തന്നെ ഫുഡ് വാങ്ങാൻ സ്റ്റോളിലെ ആൾക്കാരും കൂടി അവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇത് മാവനമേ അങ്ങനെ നമ്മുടെ കച്ചവടം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് തകർത്തടിച്ച് പൊളിച്ച് വാരിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അന്നേ ദിവസം നടന്ന പരേഡിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഓരോ രാജ്യവും അവരെ പ്രതിനിധീകരിച്ചിട്ട് അവരുടേതായിട്ടുള്ള കലാരൂപങ്ങളും പിന്നെ ഡ്രസ്സിങ്സും ഡാൻസും ഒക്കെ ആയിട്ട് കുറേ നമ്മുടെ നാട്ടിൽ നമ്മൾ ഘോഷയാത്രയൊക്കെ കാണത്തില്ലേ, ഏകദേശം അതുമാതിരി കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം ഭയങ്കര ഇൻഫോർമേറ്റീവും ആണ്, എന്നാൽ അതുപോലെ തന്നെ നമുക്കത് കണ്ട് രസിച്ചിരിക്കാനും നമുക്ക് പറ്റുന്നൊരു സംഭവമായിരുന്നു. അങ്ങനെ കൊട്ടും പാട്ടും ആർപ്പുവിളികളും ഒക്കെ ആയിട്ട് മൾട്ടി കൾച്ചറൽ ഡേ പരേഡ് ഗംഭീരമായിരുന്നു കേട്ടോ. എല്ലാ വർഷവും ഫെബ്രുവരിയിലാണ് ഇത് നടക്കുന്നത്. 3 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു. ഒരുപാട് രാജ്യങ്ങളുടെ സ്റ്റോൾ ഉള്ളതുകൊണ്ട് നമുക്ക് പല രുചികൾ ട്രൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ്. അങ്ങനെ 3 ദിവസം നീണ്ടു നിന്ന മൾട്ടി കൾച്ചറൽ ഡേ ഞാനും നന്നായിട്ട് എൻജോയ് ചെയ്തു. അതുമാത്രമല്ല പല സ്റ്റേജിലായിട്ട് ഒരുപാട് പ്രോഗ്രാംസും നടക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ടുഗദർ.
ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ എനിക്കിവിടെ ഇതെല്ലാം പുതിയതാണ്. ഞാൻ കാണുന്നതെല്ലാം ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.